നമസ്കാരം. എറണാകുളത്ത് നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കോടതി വിധി പുറത്തു വരുമ്പോൾ അതിൽ ഈ കേസിൽ നേരിട്ട് ഇടപെട്ട അതല്ലെങ്കിൽ ആ അതിജീവിതയെ പീഡിപ്പിച്ച ആളുകളുടെ പേരിലാണ് ഇപ്പോൾ ശിക്ഷ നടപടി ഉണ്ടാകാൻ പോകുന്നത്. അവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. ദിലീപ് ഉൾപ്പെടെയുള്ളവരൊക്കെ തന്നെ കോടതി വെറുതെ വിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് സംബന്ധിച്ച കോടതി വിധിയുടെ വിശദാംശങ്ങൾ ഇനിയും പുറത്തു വന്നിട്ടില്ല. കൂടുതൽ വിശദാംശങ്ങൾ ലഭിച്ചതിന് മാത്രമേ നമുക്ക് ആധികാരികമായി കൂടുതൽ കാര്യങ്ങൾ പറയാൻ കഴിയുകയുള്ളൂ. എങ്കിൽ പോലും ഈ കേസിൻ്റെ ഒരു ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, പ്രോസിക്യൂഷന് ആദ്യം മുതൽ തന്നെ അടിസ്ഥാനപരമായി ദിലീപിനെ പോലെയുള്ളവരുടെ പങ്ക് വെളിപ്പെടുത്തുന്ന കൃത്യമായ തെളിവ് കണ്ടെത്താൻ അവർ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഇതിൻ്റെ പിന്നിൽ പ്രധാനമായും പറഞ്ഞിരുന്ന ഒരു ഗൂഢാലോചനാവാദം ഉണ്ടായിരുന്നു. ദിലീപിൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘം ഗൂഢാലോചന നടത്തിയാണ് ഈ അതിജീവിതയെ ഇത്തരത്തിൽ പീഡിപ്പിക്കാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്തത് എന്നായിരുന്നു ആദ്യം മുതലേ ഉണ്ടായിരുന്ന ഒരു ആരോപണം. ഇത് തെളിയിക്കുന്ന യാതൊരു തരത്തിലുള്ള തെളിവുകളും പോലീസിന് ലഭിച്ചിരുന്നില്ല. അതുതന്നെ ആയിരിക്കാം ഒരുപക്ഷെ കേസിൽ ഇത്രയും വളരെ നിർണായകമായ ഒരു വിധി ഉണ്ടാകാൻ സാധ്യതയുള്ളത് എന്ന് തന്നെ കരുതേണ്ടി വരും. ഒരു വ്യക്തിയുടെ പേരിൽ ആരോപണം ഉന്നയിക്കുമ്പോൾ അതിനാവശ്യമായ തെളിവുകൾ കോടതിക്ക് മുന്നിൽ ഹാജരാക്കാൻ കഴിയാതെ വന്നാൽ പിന്നെ കേസ് നിലനിൽക്കില്ല എന്നുള്ള കാര്യം ആർക്കാണ് അറിയാൻ പാടില്ലാത്തത്? പ്രോസിക്യൂഷന് ഒരുപക്ഷെ ഇക്കാര്യം പിന്നീട് കേസിൻ്റെ രണ്ടാം ഘട്ടമെങ്കിലും അവർക്കത് മനസ്സിലായി കാണുമെന്നാണ് കരുതുന്നത്. ഈ കേസ് സംബന്ധിച്ച അന്വേഷണത്തിൽ ദിലീപിൻ്റെയും മറ്റും സാന്നിധ്യം അല്ലെങ്കിൽ അവരുടെ ഇടപെടൽ സംബന്ധിച്ച് യാതൊരു തെളിവും കിട്ടാത്തൊരു സാഹചര്യത്തിലാണ് ബാലചന്ദ്രകുമാർ എന്ന തിരുവനന്തപുരം സ്വദേശിയായ ഒരു സിനിമ സംവിധായകൻ്റെ രംഗപ്രവേശം. ബാലചന്ദ്രകുമാർ ചില ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് വെളിപ്പെടുത്തിയത്. ഒപ്പം അയാൾ ചില ഓഡിയോ തെളിവുകളൊക്കെ തന്നെ ഹാജരാക്കിയിരുന്നു. താൻ ഒരു ദിവസം നടൻ ദിലീപിൻ്റെ വീട്ടിൽ പോയിരുന്നു എന്നും അപ്പോൾ അവിടെ വെച്ച് ദിലീപും സഹോദരനും സഹോദരി ഭർത്താവും എല്ലാം ചേർന്ന് ഈ നടിയെ പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങൾ കാണുകയായിരുന്നു എന്നും തന്നെ ഈ കേസിൽ പെടുത്തിയ DYSP വൈജു പോലീസിനെ താൻ വെറുതെ വിടില്ല എന്ന് ദിലീപ് പറയുന്ന കാര്യമൊക്കെ തന്നെ താൻ കേട്ടു എന്നാണ് ബാലേന്ദ്രകുമാർ പറഞ്ഞത്. പിന്നീട് ഇയാൾ പല ചാനലുകളിലൂടെ നിരന്തരമായ ചർച്ചയ്ക്കെത്തി കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തുകയും ഇത് സംബന്ധിച്ച ചില ഓഡിയോകൾ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ബാലേന്ദ്രകുമാറിന് കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും അദ്ദേഹം മരിക്കുകയും ചെയ്യുകയായിരുന്നു. എന്നാൽ മരിക്കുന്നതിന് മുമ്പ് തന്നെ ബാലേന്ദ്രകുമാർ ഇതിൻ്റെ വിചാരണയിലൊക്കെ തന്നെ സജീവമായി പങ്കെടുക്കുകയും തൻ്റെ കൈവശമുണ്ടായിരുന്ന തെളിവുകളൊക്കെ തന്നെ കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തു. എന്നാൽ ഈ തെളിവുകൾ സംബന്ധിച്ച് എന്താണ് കോടതി നിരീക്ഷണം നടത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യം ഇനിയും വ്യക്തമല്ല. അപ്പോൾ അങ്ങനെ അടിസ്ഥാനപരമായി തന്നെ ഈ കേസിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പോലീസിന് അതിൻ്റെ അടിത്തട്ടിൽ തന്നെ അല്ലെങ്കിൽ തുടക്കകാലത്ത് തന്നെ കൃത്യമായ തെളിവുകൾ ഹാജരാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് തന്നെയാണ് ഇക്കാര്യത്തിൽ പ്രോസിക്യൂഷൻ നേരിട്ടിരുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് വേണം കരുതാൻ. കാരണം നമ്മുടെ നാട്ടിലെ നിയമം അനുസരിച്ച് ഒരാളുടെ പേരിൽ ആരോപണം ഉന്നയിക്കുമ്പോൾ അതിന് ഉപോത്ബലമായ തെളിവുകൾ ഹാജരാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത്തരം തെളിവുകൾ ലഭിക്കുന്നതിൽ ഇവർ ദയനീയമായി പരാജയപ്പെടുകയായിരുന്നു. പിന്നീട് ദിലീപ് മുഖ്യമന്ത്രിക്ക് അയച്ച ഒരു മെസ്സേജുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ നടന്നിരുന്നു. മുഖ്യമന്ത്രിയോട് ദിലീപ് താനിപ്പോൾ കടുത്ത മാനസിക സംഘർഷം അനുഭവിക്കുകയാണെന്നുള്ള രീതിയിലൊക്കെ സന്ദേശം ഇട്ടു എന്നുള്ളത് അവിടെ ഹാജരാക്കിയിരുന്നു. ഇതൊക്കെ കോടതി ഏത് തരത്തിലാണ് കണ്ടത് എന്നുള്ളത് സംബന്ധിച്ച കാര്യങ്ങൾ ഇനിയും വ്യക്തമായിട്ടില്ല. എങ്കിലും വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള തെളിവുകൾ ഹാജരാക്കിയാൽ മാത്രമേ ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ കോടതിയിൽ നിന്ന് നടപടി ഉണ്ടാവുകയുള്ളൂ എന്ന് പ്രോസിക്യൂഷൻ നന്നായിട്ട് അറിയാമായിരുന്നു. TP ചന്ദ്രശേഖരൻ വധക്കേസുമായി ബന്ധപ്പെട്ട് നമുക്കിപ്പോഴും അറിയാം TP ചന്ദ്രശേഖരൻ വധക്കേസിലെ ഗൂഢാലോചനാവാദം അല്ലെങ്കിൽ ഗൂഢാലോചനയെ ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇനിയും പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ്. CPMൻ്റെ ഉന്നതതലത്തിലുള്ള നേതാക്കന്മാർ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയതാണ് TP ചന്ദ്രശേഖരൻ്റെ വധം എന്ന് എല്ലാവരും ഒരേ സ്ഥലത്തിൽ പറയുമ്പോഴും ആ സംബന്ധമായി യാതൊരു തെളിവുകളും പോലീസിൻ്റെ കൈവശം ഇല്ലായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ CPMൻ്റെ ഉന്നത നേതാക്കളെല്ലാം തന്നെ അന്ന് രക്ഷപ്പെട്ടത്. ഈ കുറ്റകൃത്യത്തിൽ പങ്കെടുത്ത അതായത് TP ചന്ദ്രശേഖരനെ വധിക്കാനായി അവിടെ വധിച്ച ആ ഗുണ്ടാ സംഘത്തിൽപ്പെട്ട ആളുകളൊക്കെ തന്നെ ശിക്ഷിക്കപ്പെടുകയും അതിൻ്റെ മുകളിൽ ഈ പദ്ധതി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ നേതാക്കന്മാരെല്ലാവരും രക്ഷപ്പെടുകയും ചെയ്തുമൊക്കെ തന്നെ ഇത് സംബന്ധിച്ച യാതൊരു തരത്തിലുള്ള തെളിവുകളുടെ ലഭ്യതയുടെ അഭാവത്തിൽ തന്നെയാണ്. ഇപ്പോൾ അതിന് സമാനമായൊരു കാര്യം തന്നെ ഇവിടെ നടന്നിരിക്കുന്നത്. ദിലീപും കൂടെയുള്ളവരും ഗൂഢാലോചന നടത്തി എന്ന് പറയുന്നതല്ലാതെ ഇത് സംബന്ധിച്ച് യാതൊരു തെളിവുകളും ഹാജരാക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. ബാലേന്ദ്രകുമാർ പറഞ്ഞ കാര്യങ്ങളെപ്പോലെ നമുക്ക് പൂർണ്ണമായി വിശ്വാസമെടുക്കാൻ കഴിയുമോ എന്ന് സംശയമായിരുന്നു. ബാലേന്ദ്രകുമാറിന് ദിലീപിനോട് വിരോധമുണ്ടായിരുന്നെന്നും ദിലീപ് ബാലേന്ദ്രകുമാറിൻ്റെ സിനിമയിൽ അഭിനയിക്കാൻ വിസമ്മതിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു കടുങ്കൈ ചെയ്തതെന്നൊക്കെ വേണം അന്ന് പ്രതിഭാഗം ചൂണ്ടിക്കാട്ടിയിരുന്നത്. മാത്രമല്ല ഒരാളിൻ്റെ വീട്ടിൽ വന്നിരുന്ന് അവിടെ ആളുകൾ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ റെക്കോർഡ് ചെയ്ത് കൊണ്ടുപോയി പിന്നീട് അത് ദിലീപിനെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ഉപയോഗിക്കുന്ന രീതിയിലേക്ക് ബാലേന്ദ്രകുമാർ മാറ്റുകയായിരുന്നു എന്നുള്ള ആരോപണങ്ങളൊക്കെ തന്നെ അന്ന് പ്രതിഭാഗം ഉന്നയിച്ചിരുന്നു. ഇതിൻ്റെ ധാർമ്മികതയും നൈതികതയൊക്കെ തന്നെ അന്ന് ചോദ്യം ചെയ്യപ്പെടുന്നൊരു അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങളല്ലാതെ കൃത്യമായ ഒരു കോൺക്രീറ്റ് എവിഡൻസ് നമ്മൾ പറയാമെന്നുള്ള ഒരു കാര്യവും അവരുടെ കൈവശം ഇല്ലായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവായി മാറിയത്. TP ചന്ദ്രശേഖരൻ കേസ് പോലെ തന്നെ ഇതിൽ ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിയാതെ പോയതിൻ്റെ വിശദാംശങ്ങൾ ഒരുപക്ഷെ ഇനി
വിധി ന്യായത്തിൻ്റെ പൂർണ്ണ രൂപം ലഭിച്ചാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ.